എൻ്റെ പേര് കലാമോഹൻ. ഞാൻ 26 വർഷമായിട്ട് കൗൺസിലിംഗ് രംഗത്ത് ജോലി ചെയ്യാണ്. കൗൺസിലിംഗ് രംഗത്ത് ജോലി എന്ന് പറയുമ്പോൾ മറ്റ് ജോലികളെപ്പോലെ അല്ല, വളരെ വ്യത്യസ്തമാണ്. ഓരോ ദിവസവും നമ്മൾ കാണുന്ന കേസുകൾ, അതിനകത്ത് ഉൾപ്പെടുന്ന മനുഷ്യർ, അവരുടെ മാനസികാവസ്ഥ, ഇതൊക്കെ തലേ ദിവസം അല്ലെങ്കിൽ തൊട്ട് മുൻപിലത്തെ നിമിഷം പോലും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത തരം സങ്കീർണതകൾ നിറഞ്ഞതായിരിക്കും. ഞാൻ ഒരു അമ്മയുടെയും മകൻ്റെയും കഥ പറയാം. അമ്മയും മകനും മാത്രമുള്ളൊരു ലൈഫ്. അച്ഛൻ നേരത്തെ അവരെ ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷേ അമ്മ അവന് ഒരു കുറവും അറിയിക്കാതെ വളർത്തിക്കൊണ്ട് വരികയാണ്. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാനായിരുന്നു. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ മകൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നും അമ്മയായിരുന്നു. അങ്ങനെ ഇരിക്കെ മകൻ്റെ വാട്സപ്പിലോട്ട് കുറേ ചാറ്റുകൾ വീഴുകയാണ്. ഈ ചാറ്റുകളെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇതിനിടയ്ക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി. മകനിത് അറിയുന്നില്ല, അല്ലെങ്കിലും മകനിത് അറിയേണ്ട കാര്യമില്ലല്ലോ. അതൊരു വിഡ്ഢി ക്വസ്റ്റ്യനാണ്. മകനോട് പറഞ്ഞിട്ടാണോ അമ്മയ്ക്കൊരു റിലേഷൻഷിപ്പ് വരുന്നതെന്ന് പറയുന്നത് ഒരു വിഡ്ഢി ക്വസ്റ്റ്യനാണ് അല്ലേ. അപ്പോൾ ആ ചാറ്റ് എന്ന് പറയുന്നത് അയച്ചതാരാണെന്ന് വെച്ചാൽ ആ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആളുടെ വൈഫാണ്. അവരിത് കണ്ടുപിടിച്ചു. അവർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഈ പയ്യൻ ഈ ചാറ്റുകൾ അയക്കുന്നതിന് മുമ്പ് ഇവരെ അതായത് ഈ പയ്യൻ്റെ അമ്മയെ വിളിച്ചു വരുത്തി നന്നായിട്ട് മർദ്ദിച്ചു. ഈ ഭാര്യ നന്നായിട്ട് മർദ്ദിച്ചു, ചീത്ത വിളിച്ചു, ഇഷ്ടം പോലെ എന്തൊക്കെ പറയാമോ അതെല്ലാം പറഞ്ഞു. ഇവരൊന്നും മിണ്ടിയില്ല, നിന്ന് കൊണ്ടു. ഭർത്താവ് മാപ്പ് സാക്ഷിയായി. എനിക്ക് പറ്റിപ്പോയി, തെറ്റ് പറ്റിപ്പോയി, എനിക്ക് കുടുംബത്തിൽ കയറിയാൽ മതിയേ, തെറ്റ് പറ്റി. അപ്പം അയാൾ അങ്ങനെ പറഞ്ഞതിനകത്ത് നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം മക്കളെയും ഭാര്യയും, താലി കെട്ടിയ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചാലാണെങ്കിൽ നമുക്ക് പറയാം, മനുഷ്യത്വം ഇല്ലാത്തവൻ, സ്വന്തം ചോരെ ഉപേക്ഷിക്കുന്ന ഒരുത്തനെ നമുക്ക് മനുഷ്യൻ എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇയാളൊരു മനുഷ്യനാണ്, ഒരു പുരുഷനാണെന്ന് പറയാം. പക്ഷേ പൂർണ്ണമായി ഒരു പുരുഷത്വം അയാൾ കാണിച്ചില്ല. കാരണം അയാളും മറ്റേ സ്ത്രീയും കൂടെ ഉൾപ്പെട്ടൊരു കേസിൽ 2 പേര് തമ്മിൽ ഒരു തെറ്റ് ചെയ്തിട്ട് ഒരു സ്ത്രീ മാത്രം എങ്ങനെയാണ് കുറ്റക്കാരിയാവുന്നത്? അയാൾ അവരെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അയാൾ മാറി നിന്നു, സേഫ് സോണിൽ ഇട്ട് കൊടുക്കുക ചെയ്തത്. അതിലും വലിയൊരു തെണ്ടിത്തരം അയാൾ കാണിച്ചു. ഈ ഒരു വേർഡ് പറയുന്നതിൽ സോറി, ക്ഷമിക്കണം. കാരണം എനിക്ക് വേറൊരു വാക്ക് കിട്ടുന്നില്ല. കാരണം 2 പേര് തമ്മിൽ സ്നേഹിക്കുമ്പോൾ അവിടെ ലസ്റ്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നത് വളരെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ലസ്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്നത്, ഈ മകൻ്റെ അമ്മ എന്ന് പറയുന്നത്, അവരൊരു ഇട്ടാവട്ട സർക്കിളിൽ പുറം ലോകം വലുതായിട്ട് കണ്ട ഒരു സ്ത്രീയല്ല. അവർ ഈ പറഞ്ഞ പോലെ മകനും അമ്മയുമാണ്. പക്ഷെ അവർക്ക് എപ്പോഴും ഒരു ചാരാൻ ഒരു തോള അവരുടെ ഉള്ളിൽ ആവശ്യമായിരുന്നു. അപ്പം ഇയാളൊരു കരുത്തനായ പുരുഷനാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ അയാളങ്ങനെ വിശ്വസിപ്പിച്ചു. ഇവർ അയാളുടെ തോളിലോട്ട് ചാരി അതിൻ്റെ വിശ്വാസത്തിൽ അയാൾ പറഞ്ഞ മാതിരിയൊക്കെ മൊബൈലിൽ, ക്യാമറയിലെല്ലാം അവരുടെ വീഡിയോസെല്ലാം ചിത്രീകരിക്കാനൊക്കെ അനുമതി കൊടുത്തു. അപ്പോൾ 2 പേരും കൂടെ ഉള്ള വീഡിയോ ചാറ്റും ഒക്കെ ആണെങ്കിലും ഇയാൾ വിദഗ്ധമായി അയാളെ അതിനകത്തുനിന്ന് മാറ്റി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അയാൾ തിരിച്ച് ഫാമിലിയിൽ കയറിയത് ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. മക്കളെ ഉണ്ടാക്കിയെങ്കിൽ അപ്പൻ മക്കളെ സംരക്ഷിക്കണം. ഭാര്യ ഇനി എത്ര മോശമായിക്കോട്ടെ, മക്കളെ ഉണ്ടാക്കിയെങ്കിൽ മക്കളെ സംരക്ഷിക്കണം.
അപ്പം മക്കൾക്ക് വേണ്ടി കുടുംബത്തിൽ കയറിയെങ്കിൽ ആ പുരുഷനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പുറത്തെ സൈഡിലെ സ്ത്രീയോട് കാണിച്ച ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത്, രണ്ടുപേരും കൂടെ ചെയ്ത് കാര്യങ്ങൾ അയാൾ റെക്കോർഡ് ചെയ്തു, വീഡിയോ കോളിൽ റെക്കോർഡ് ചെയ്തു. എപ്പോഴും സൂക്ഷിക്കണം. നമ്മളിനിപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾ അഭ്യസ്ത വിദ്യനാണെന്നോ അല്ലെങ്കിൽ വലിയ ആളോ ഇതൊന്നും വിഷയമല്ല. ഇതൊക്കെ റോ ആയിട്ടുള്ള ഫീലിങ്സാണ്. ലസ്റ്റ് എന്ന് പറയുന്നത്, കാമം എന്ന് പറയുന്നത് വെറും റോ ആയിട്ടുള്ളൊരു ഫീലിംഗ് അല്ലേ. ആ റോ ആയിട്ടുള്ള ഫീലിങ്സിനകത്തിൽ പഠിത്തവും തിരിച്ചറിവും ഒന്നും ചിലപ്പം എഫക്റ്റ് ചെയ്യില്ല. ഒരു എത്തിക്സ് വേണം, ഒരു മൂല്യം വേണം. അതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ മൂല്യമുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. എന്തായാലും ഇയാൾക്ക് മൂല്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ രണ്ടുപേര് ചെയ്ത തെറ്റിൽ അയാളെ കവർ ചെയ്തിട്ട് അവരുടെ മാത്രം ഫോട്ടോസ് എങ്ങനെയാണ് അതിൽ വരും. അപ്പം ഈ ചാറ്റെല്ലാം ഈ പയ്യൻ്റെ അടുത്ത് അയച്ചു കൊടുത്തു. അവൻ ഭയങ്കര ഷോക്ക്ഡായി. 17 വയസ്സ് മാത്രമേ അവന് പ്രായമുള്ളൂ. ഈ ചാറ്റ് കിട്ടുമ്പോൾ 16 വയസ്സ്, ഇപ്പോൾ 17 വയസ്സ് പ്രായമുള്ളൂ. ഇവൻ ഭയങ്കര അപ്സെറ്റായി. അതിലുമൊക്കെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ പിന്നീട് അവന് കിട്ടിയതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വീഡിയോസിൽ അയാൾ റെക്കോർഡ് ചെയ്ത അമ്മയുടെ നഗ്നതയാണ്. ഒന്ന് ഇങ്ങനെ ഇപ്പം നമുക്ക് ആ സ്ത്രീയുടെ ഇയാളുടെ വൈഫിൻ്റെ മാനസികാവസ്ഥ ഒന്ന് അസസ് ചെയ്യാം. താൻ സ്നേഹിക്കുന്ന പുരുഷനാൽ, അതാരുമായിക്കോട്ടെ, ഭർത്താവോ കാമുകനോ ആരുമായിക്കോട്ടെ, അവഗണിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ ഒരു സ്ത്രീ ഭ്രാന്തിൻ്റെയും മരണത്തിൻ്റെയും വക്കിലെത്തും എന്ന് മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട്. അത് വളരെ സൈക്കോളജിക്കലി ശരിയാണ്. ഹൃദയം പറിച്ചു കൊടുത്ത് സ്നേഹിക്കുന്ന ഭർത്താവ്, അയാളുടെ മൊബൈലിൽ നമ്മൾ കാണുകയാണ് മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള പ്രണയവും കാമവും. അതൊരു അവസ്ഥ തന്നെയാണ്. അനുഭവസ്ഥർക്ക് മാത്രം മനസ്സിലാവുന്നൊരവസ്ഥ. അത് ഓരോ സ്ത്രീകളും വന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. മറ്റൊരാൾക്കത് പറഞ്ഞു കൊടുത്താൽ അത് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അനുഭവസ്ഥർക്ക് മാത്രം മനസ്സിലാവുന്ന ചില അവസ്ഥകളുണ്ട്. അപ്പം ഇത് ആ ഒരു ലേഡിയുടെ മാനസികാവസ്ഥ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റും. അവർ മറ്റേ കാമുകിയെ മർദ്ദിച്ചതിലും ഒക്കെ അവർക്ക് എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് മതിയാവുന്നില്ല. അവരുറങ്ങിയിട്ട് നാളുകളായി, അവർക്ക് ഉറക്കമില്ല, ഊണില്ല. പക്ഷെ അവർക്ക് അവരുടെ കുട്ടികളുടെ അച്ഛനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല. അവരങ്ങനെ ഒരു അവസ്ഥയിലാണ്. അതിനകത്ത് ന്യായമുണ്ട്, 100% ന്യായമുണ്ട്. ഈ പെൺകുട്ടി പറ്റിപ്പോയി തെറ്റ്. എല്ലാ മനുഷ്യനും ഒരു തെറ്റ് പറ്റും. അതിന് ഞാൻ എന്ത് ശിക്ഷയും അനുഭവിക്കാൻ തയ്യാറാണ്. പറ്റിപ്പോയി തെറ്റ് എന്ന് പറഞ്ഞ് കാൽക്കൽ വീണു. ആ ആള് അവളെ കണ്ടതായിട്ട് പോലും ഭാവിച്ചില്ല. കാരണം അയാളെ സംബന്ധിച്ചോളം പലരിലുള്ള ഒരാളായിരുന്നു അവളും. കണ്ടതായിട്ട് പോലും ഭാവിച്ചില്ല. അതൊക്കെ അയാളൊരു ചതിയനാണ്. ഈ പറഞ്ഞ പോലെ ഈ വിവാഹേതര ബന്ധത്തിലെ ചതി എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. രാത്രി കക്കാൻ ഇറങ്ങുന്ന 2 കള്ളന്മാർ, ഇവർക്കിടയിൽ എന്ത് കമ്മിറ്റ്മെൻറ്റ്സ്. അപ്പോൾ വിവാഹേതര ബന്ധത്തിൽ ചതിക്കുന്നു എന്ന് പറയുന്നത് വിഷമിക്കുന്നതിനകത്തിൽ അർത്ഥമില്ല. നമ്മളെ ഒരാൾ ചതിച്ചു എന്നറിയുന്ന നിമിഷം അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റണം. നമ്മളെ ഒരാൾ എന്താ പറയുക അവഗണിക്കുന്നു എന്ന് തോന്നിയാൽ പിന്നെ കാല് പിടിക്കാൻ നിൽക്കരുത്. അപ്പോൾ അയാൾ ഇതുപോലുള്ള ഒരുപാട് സ്ത്രീകളെടുത്ത് ചിലപ്പോൾ ചതി കാണിച്ചൊരു മനുഷ്യനായിരിക്കും. അതവിടെ നിൽക്കട്ടെ. അയാളുടെ ഭാര്യയുടെ പേരിലും ഒരുപാട് നമുക്ക് അവരൊരുപാട് അലിവർഹിക്കുന്ന ഒരു സ്ത്രീയാണ്, മൂന്നാമത് ആ പെട്ടുപോയ പാവം ഒരു സ്ത്രീ, പാവം എന്ന് തന്നെ പറയണം. കാരണം അവർ പുറം ലോകം ഒരുപാട് കണ്ടിട്ടില്ല. പഞ്ചാര വാക്കിൽ അല്ലെങ്കിൽ നിനക്ക് ഞാനുണ്ട് താങ്ങായി തണലായി എന്ന് പറയുന്നൊരു വാക്കിൽ അവൾ വീണു. ഓരോരുത്തരും കടന്നു പോകുന്ന ചില അവസ്ഥകളുണ്ട്. ഈ താറാവില്ലേ, താറാവിനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ സ്വച്ഛന്തമായിട്ട് ഇങ്ങനെ നീന്തി പോകുന്ന കണക്ക് തോന്നും അല്ലേ, നല്ല രസമായിട്ട് ഇങ്ങനെ നീന്തി പോകുന്ന കണക്ക് തോന്നും. പക്ഷെ അതിൻ്റെ കാലുണ്ടല്ലോ വെള്ളത്തിനടിയിൽ കിടന്ന് ടക്ക് 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 ടങ്ങ് അടിക്കും. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്.
അങ്ങനെ ജീവിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയോ നമ്മുടെ ചുറ്റിൽ. ഈ സ്ത്രീ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നപ്പോൾ തെറ്റ് പറ്റിപ്പോയി. അവർ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് അവർ ഏറ്റു പറഞ്ഞു, കാല് പിടിച്ചൊക്കെ. പക്ഷേ പക മാറുന്നില്ല മറ്റേ സ്ത്രീക്ക്. തൻ്റെ പുരുഷനെ ഇവൾ ഈ ലോകത്തെ എന്തൊക്കെ വൃത്തികെട്ട പദങ്ങൾ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ചാണ് ആ മകനോട് അമ്മയെ പറ്റിയിട്ട് ചാറ്റ് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ നഗ്ന ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 17 വയസ്സ് മാത്രമേ ഉള്ളൂ ആ പയ്യന്. അവനെ ഇമോഷണലി ഇത്രയും പീഡിപ്പിക്കാനുള്ള റൈറ്റ് അവർക്കില്ല, അല്ലേ? അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ട്. പക്ഷേ ഈ മോനോ, അവൻ നാളെ സൂയിസൈഡ് ചെയ്താൽ ആരാണ് ഉത്തരവാദി? എത്ര കൗൺസിലിംഗ് കൊടുത്താലും അവൻ്റെ ഷോക്ക് മാറില്ല. ഒരമ്മയുടെ നഗ്നത, അതും ദൈവത്തിനെ പോലെ കണ്ട അമ്മയുടെ അത്തരമൊരു ഇമേജ് കാണുന്നൊരു മകൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. തീർച്ചയായിട്ടും ചതിക്കപ്പെട്ട സ്ത്രീയുടെ ഭാഗത്തിന് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, അലിവർഹിക്കുന്നതാണ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ, അവന് സ്വന്തം മുഖം കണ്ണാടിയിൽ കാണാൻ തന്നെ ഭയമാണ്. നാളെയോ മറ്റന്നാളോ ഒക്കെ അവൻ എന്തെങ്കിലും ജീവിതം വേണ്ട, ജീവൻ വേണ്ട എന്ന് അവൻ തീരുമാനിച്ചാൽ എന്താവും? അതേപോലെ തന്നെ ഒരുപാട് കുറ്റവാളികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ചിലർ വളരെ നീചമായ പ്രവർത്തികളിൽ ഏർപ്പെട്ട് അവരുടെ ഒരു പിന്നാമ്പുറ കഥകൾ തേടി ചെല്ലുമ്പോൾ പലപ്പോഴും അമ്മയിൽ നിന്നുണ്ടായ മോശമായിട്ടുള്ള ഒരനുഭവമായിരിക്കും, നേരിട്ട് കണ്ടൊരനുഭവമായിരിക്കും. നാളെ ഇവനും അതുപോലൊരു ക്രിമിനൽ ആയി തീരട്ടെ എന്നായിരിക്കുമോ മറ്റേ സ്ത്രീയുടെ ഉള്ളിൽ, അറിയില്ല. പക്ഷേ ഒരു റിക്വസ്റ്റാണ്, ആ വ്യക്തിയെ നിങ്ങൾക്ക് പങ്കാളിയോട് പറയാം. അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ കേസ് വരുമ്പോൾ, ഞാൻ പൊതുവെ പറയുക, കേസ് വരുമ്പോൾ നിങ്ങൾ പങ്കാളികളുടെ അടുത്ത് പറയുക. അവരുടെ പേരൻസ് ഉണ്ടെങ്കിൽ അവരോട് പറയുക, നിങ്ങളുടെ മകള് ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, എൻ്റെ ലൈഫ് തകർത്തു, നിങ്ങൾ സൂക്ഷിക്കണം ഇത്. അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ പറയാം, നേരിട്ട് സംസാരിക്കുക, എന്ത് വേണം ചെയ്തോ. മക്കളെ പിടിച്ചിടരുത്. അത് കാരണം അടുത്ത തലമുറയാണ്, അവരെന്തായി തീരും എന്നറിയാൻ പറ്റത്തില്ല. ഒരു തെറ്റും ചെയ്യാതെ എന്തിനാണ് ആ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നത്, അല്ലേ? ഞാനീ പറഞ്ഞതൊക്കെ എത്ര പേര് ശരിവെക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ശരിയാണ് ഞാനീ പറയുന്നത്. എൻ്റെ ശരി ഇതാണെന്ന് പറയാൻ ഞാൻ ആരെ ഭയക്കണം?